നിങ്ങളുടെ ഓരോരുത്തരുടെയും തോളിൽ തട്ടി യേശു ക്രിസ്തു പറയും, യു ആർ റോക്ക് ആൻഡ് ഐ വിൽ ബിൽഡ് യുവർ ഫൈനാൻസസ്. യു ആർ റോക്ക് ആൻഡ് ഐ വിൽ ബിൽഡ് യുവർ ഹൗസസ്. ഐ വിൽ ബിൽഡ് യുവർ ബ്രോക്കൺ ഹാർട്ട്. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങളുടെ രോഗത്തിന്റെ നടുവിൽ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ യേശുവിനെ കണ്ടെത്തുക. യേശു ക്രിസ്തു പല ഭവനങ്ങളും പണിയാൻ ആഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈയേഴ്സ്. നസറേനായ യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹൂ ഡു യു തിങ്ക് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പത്രോസാണ്. പത്രോസ് എന്താണ് ഉത്തരം പറയുന്നത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാവുന്നു. യു ആർ ദ മെസ്സായ, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. യു ആർ ദ മെസ്സായ, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ഇത് കേൾക്കുന്ന യേശു പറയുന്നു, സൈമൺ ബാർ ജോനാസ്, നീ പാറയാവുന്നു. ഈ പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭ പണിയും. Simon Bar Jonas, you are rock and on this rock I will build my church. സൈമൺ ബാർ ജോനാസ് എന്ന് പറഞ്ഞാൽ യോനയുടെ മകനായ സൈമൺ അല്ലെങ്കിൽ ശിമയോനെ. അടുത്ത വേർഡാണ് നീ പാറയാകുന്നു. പാറ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ റോക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. ഗ്രീക്ക് ബൈബിളിൽ ഇതിന് വരുന്ന പദമാണ് പെട്രാസ്. അഗെയിൻ ഇറ്റ് മീൻസ് റോക്ക്. ഇതേപോലെ യേശുക്രിസ്തു സംസാരിച്ച ഭാഷയായ അരാമ്യ ഭാഷയിൽ അതിന് പറയുന്നതാണ് കീഫോസ്. നീ കീഫോസ് ആവുന്നു. ചില ബൈബിളുകളൊക്കെ ഉണ്ട്, യു ആർ കീഫോസ് ആൻഡ് ഐ വിൽ ബിൽഡ് മൈ ചർച്ച് ഓൺ യു. പാറ, റോക്ക്, പെട്രാസ്, കീഫോസ്, ഇതിൻ്റെ ഒക്കെ അർത്ഥം ഉറച്ച, ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷൻ എന്നത് തന്നെയാണ്. നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ഈ സഭ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന പദം ചേർച്ച് എന്നതാണ്. ഗ്രീക്ക് ബൈബിളിൽ അത് പറയുന്നതാണ് എക്ലേഷ്യ. എക്ലേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, എ ഗ്രൂപ്പ്, എ കോൺഗ്രിഗേഷൻ എന്നതാണ്. ഇത് അരാമ്യ ഭാഷയിൽ കാഹാൽ എന്നോ മറ്റാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. സഭ, ചേർച്ച്, എക്ലേഷ്യ, കഹാൽ, ഇങ്ങനെ പല ഭാഷകളിലും ഇതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മീനിങ് ഏകദേശം ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഗ്രൂപ്പ്, ഒരു പ്രത്യേക ഫൗണ്ടേഷനുള്ള ഒരു ഗ്രൂപ്പ്, ആ ഒരു കൂട്ടത്തെ, ആ ഒരു ഗ്രൂപ്പിനെ പണിയും എന്നതാണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചത്. ഇനി ഈ വാക്യത്തിലേക്ക് വരാം. പത്രോസ് എന്താണ് പറഞ്ഞത്? നീ മിശിഹായാവുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാവുന്നു. ഈ മശിഹ എന്ന പദം നമുക്ക് കേൾക്കുമ്പോൾ മറ്റൊരു വേർഡാണ്, അനോയിന്റഡ് വൺ, രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെ നമുക്ക് അതിന്റെ മീനിങ് അറിയാവുന്നതുകൊണ്ട് അറിയാം. പക്ഷെ അവർക്ക് ഹെബ്രായ ഭാഷയിൽ, അവരുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം രക്ഷകൻ എന്നതാണ്. അവരുടെ ആ ഭാഷയിൽ അത് പറയുമ്പോൾ അതിന് വളരെ അർത്ഥത്തോടു കൂടിയാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നീയാണ് രക്ഷകൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, നീ രക്ഷകനാണ്, നീയാണ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നത് തന്നെയാണ് പത്രോസ് പറഞ്ഞത്. ആ പറയുന്ന ആ സത്യത്തെ തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, യു ആർ കീഫോസ്. ഈ സത്യമാണ്. എന്താണ് പാറ? പാറ പോൽ ഉറച്ച ആ സത്യം, ഞാൻ വീണ്ടെടുപ്പുകാരനാണ്, ഞാനാണ് മശിഹ, ഞാൻ രക്ഷകനാണ് എന്നുള്ള സത്യം നീ അറിയുന്നത് കൊണ്ട് നീയാണ് പാറ. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. അല്ലാതെ പത്രോസേ നീ പാറയാവുന്നു, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭ പണിയും എന്നാണോ യേശുക്രിസ്തു ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. പാറ പോൽ ഉറച്ച ഈ സത്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്തരമായ കാര്യം. അത് തന്നെയാണ് വിശ്വാസവും. അവൻ മശിഹായാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എൻ്റെ രക്ഷകനാണ്. ഇതിനടുത്തതായിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്, പാതാള വാതിലുകൾ നിന്റെ മേൽ പ്രബലപ്പെടുകയില്ല. ദ ഗേറ്റ്സ് ഓഫ് ഹേഡസ് ഷാൽ നോട്ട് ഓവർപവർ യു. ഈ സത്യം അറിയുന്നവർക്ക്, ഈ പാറയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക്, അവരുടെ മേൽ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പാതാള വാതിലുകൾക്ക് ഒരു അധീനതയും ചെലുത്താൻ കഴിയത്തില്ല എന്നത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു രക്ഷകനാണ് എന്നുള്ള ഈ സത്യം പത്രോസ് പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവിനോട് തിരിച്ച് പറയാൻ ശ്രമിക്കുക. നിങ്ങളോടും യേശുക്രിസ്തു ചോദിക്കുകയാണ്, ഹൂ ഡു യു തിങ്ക് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തു ആനിയോട് ചോദിക്കുകയാണ്, ആനി, ഹൂ ഡു യു തിങ്ക് ഐ ആം? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ആനിക്ക് പറയാനുള്ളത് ഇപ്രകാരം തന്നെയായിരിക്കണം. യേശുവെ, ഞാൻ ഒരുപാട് വൈദ്യന്മാരുടെ അടുത്ത് പോയി, ആർക്കും എൻ്റെ രോഗം ഭേദമാക്കാൻ കഴിയുന്നില്ല. പക്ഷേ നീ എൻ്റെ രക്ഷകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ സൗഖ്യദാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനിയുടെ തോളത്തെ തട്ടിക്കൊണ്ട് യേശുക്രിസ്തു പറയും, ആനി, നീ പാറയാവുന്നു, നിന്റെ ശരീരം ഞാൻ പണിയും. ഐ വിൽ ബിൽഡ് യുവർ ബോഡി. നിനക്ക് നഷ്ടപ്പെട്ട സൗഖ്യം ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും. യേശുക്രിസ്തു ചോദിക്കുമ്പോൾ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും തോളിൽ തട്ടി യേശുക്രിസ്തു പറയും, യു ആർ റോക്ക് ആൻഡ് ഐ വിൽ ബിൽഡ് യുവർ ഫൈനാൻസസ്. യു ആർ റോക്ക് ആൻഡ് ഐ വിൽ ബിൽഡ് യുവർ ഹൗസസ്. ഐ വിൽ ബിൽഡ് യുവർ ബ്രോക്കൺ ഹാർട്ട്. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക. മശിഹായെ കണ്ടെത്തുക. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങളുടെ രോഗത്തിന്റെ നടുവിൽ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ യേശുവിനെ കണ്ടെത്തുക. യേശുക്രിസ്തു പല ഭവനങ്ങളും പണിയാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പല ശരീരങ്ങളും പണിയാൻ
ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പലർക്കും നഷ്ടപ്പെട്ട ഫൈനാൻസ്, നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. പാതാള വാതിലുകൾ നിങ്ങളിൽ പ്രബലപ്പെടാതിരിക്കണമെങ്കിൽ ഈ പാറയിൽ വിശ്വസിക്കുക, ഈ പാറയെ കണ്ടെത്തുക. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങളുടെ പരാജയങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും കണ്ണുനീരിന്റെയും വേദനകളുടെയും നടുവിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുക. പത്രോസ് എന്ന് പറയുന്നത് വെറും ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇത് പത്രോസിന് നൽകിയത് മാത്രമാണെന്ന് കരുതരുത്. ഇത് നിങ്ങളിൽ ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. പത്രോസ് പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവിനോട് തിരിച്ച് ഉത്തരം പറയുക. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, വിശ്വാസം കേൾവിയാലും കേൾവി യേശുവിന്റെ വചനത്താലും വരുന്നു. Faith comes by hearing and hearing the words of Christ. So fall in love with this word of God and come fall in love with Jesus.